എന്താണ് സഭ? സഭ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചർച്ച് അല്ലെങ്കിൽ മലയാളത്തിൽ സഭ എന്ന് പറയുന്ന പദം വരുന്നത് ഗ്രീക്ക് പദമായ എക്ലേസ്യ എന്ന പദത്തിൽ നിന്നാണ്. എക്ലേസ്യ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് വേർഡാണ്. അതായത് ഒന്നിലധികം വാക്കുകൾ ചേരുന്ന പദമാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ എക്ലേസ്യ എന്ന് പറയുന്ന പദം വരുന്നത് എക് കലയോ, ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് എക്ലേസ്യ വരുന്നത്. എക് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം ഔട്ട് ഓഫ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക്. കലയോ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ടു കോൾ, വിളിക്കുക. അപ്പോൾ ബേസിക്കലി എക്ലേസ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം കോൾഡ് ഔട്ട്, എ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്. ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തെ ഈ ലോകത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നും വിളിച്ച് വേർതിരിക്കുന്ന ആ ഒരു ബോഡി, ആ ഒരു സമൂഹമാണ് ചർച്ച്. യേശു തന്നെ പറഞ്ഞത് യോഹന്നാൻ 15:19, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പയക്കുന്നു. കണ്ടോ, ലോകത്തിൽ നിന്ന്, ഔട്ട് ഓഫ് എന്ന് പറയുന്ന ആ പദം അവിടെ വ്യക്തമായി വരുന്നത് കണ്ടോ. പിന്നീടും യോഹന്നാൻ 17:11 16 വാക്യത്തിലും പറയുന്നു, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ, അതായത് യേശു പറയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും, അതായത് ശിഷ്യന്മാരും ലൗകികന്മാരല്ല. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ദൈവമക്കൾ ഈ ലോകത്തിലാണെങ്കിൽ കൂടി അവർ ഈ ലോകത്തിലെ സിസ്റ്റത്താലല്ല ഭരിക്കപ്പെടുന്നത്. അവരുടെ മൂല്യങ്ങൾ, അവരുടെ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കും. ഇപ്രകാരമുള്ള യഥാർത്ഥ ദൈവമക്കൾ അവരുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശു അവരെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ദൈവം അവരോട് ക്ഷമിച്ച് അവർ അങ്ങനെ പിതാവ് പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്ന് ദൈവം അവർക്ക് സൗജന്യമായി നിത്യജീവൻ കണക്കിട്ട് ബൈബിൾ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്ര ചെയ്തിരിക്കുക. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ചർച്ച് അല്ലെങ്കിൽ സഭ.